എന്നത്തെയും പോലെ ഉച്ചയ്ക്ക് ഊണെല്ലാം റെഡിയാക്കി ഞാൻ ബോർഡ് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. രാവിലെ എനിക്കൊരു ചെറിയൊരു പണി കിട്ടി. ചപ്പാത്തിയും കടലക്കറിയുടെ കഥ ഞാൻ പറഞ്ഞല്ലോ. 30 ചപ്പാത്തിയാണ് ഞാൻ മൊത്തം പരത്തി വെച്ചത്. അതിൽ 10 എണ്ണം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവരെ വിളിച്ചത് എത്ര പേര് വരുമെന്ന്. അപ്പോഴാണ് അവർ പറയുന്നത്, അയ്യോ ഞങ്ങൾ ആരും ഒന്നും വരത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ബാക്കി പരത്തിയ ചപ്പാത്തി എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ പൊടിയൊക്കെ വിതറി അടുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ എടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടയായിട്ട് ഇരിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇന്ന് എന്തായാലും ഞാൻ വളരെ ഇന്നലത്തെ പോലെ തന്നെ കുറച്ച് അരിയാണ് ഇട്ടത്. കുറച്ചെന്ന് വെച്ചാൽ 5 കിലോ അരിയാണ് കലത്തിനകത്താണ് ഇട്ടത് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ അണ്ടാവൊക്കെ പിടിച്ച് വെച്ചിട്ട് ഇനി അണ്ടാവും കഴുകണം, ചോറും പോകത്തില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അണ്ടാവാണെന്നുണ്ടെങ്കിൽ 2 പേര് വേണം കേട്ടോ അതെടുത്ത് പിടിച്ച് അകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇവിടെ ആരെയും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ണാൻ വരുന്നവരോ പാഴ്സൽ വാങ്ങിക്കാൻ വരുന്നോ അവരാരെങ്കിലും കൊണ്ടാണ് ഈ അണ്ടാവ് പിടിച്ച് അകത്ത് വെപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കലം ആയതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഉന്തിത്തള്ളി എടുത്ത് അകത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് ആശുപത്രിയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഊണെല്ലാം തീർന്നിട്ട് എല്ലാം കഴുകി പറക്കി വൃത്തിയാക്കി ഇട്ടിട്ട് വേണം എനിക്ക് പോകാൻ. കാരണം ഞാൻ വൈകിട്ട് വന്ന് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് വറുക്കാൻ വേണ്ടിയിട്ട് മത്തി കറി വെക്കാനും ചെറിയ മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ചെറിയ മത്തി കറി വെച്ചു, വലിയ മത്തി വറുക്കാനും എടുത്ത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ചേച്ചിക്ക് ചട്ടിയും പാത്രവും മീനൊക്കെ ആണല്ലോ ഞങ്ങളെ കാണിക്കുന്നതെന്ന്. ശരിയാണ് കേട്ടോ, ഇതൊക്കെയുള്ളൂ നിങ്ങളെ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഊണെല്ലാം തീർന്ന് ഞാൻ പെട്ടെന്ന് ആശുപത്രി ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.